മലങ്കര മീനിച്ചിൽ ശുദ്ധജല പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നിലച്ചു. കടനാട്, രാമപുരം, ഭരണങ്ങാനം, മേലുകാവ്, മൂന്നിലാവ്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, പൂഞ്ഞാർ, തലനാട്, തിടനാട്, മീനിച്ചിൽ, കൂട്ടിക്കൽ പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതോടെയാണ് നിലച്ചത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം ഉപയോഗിച്ചാണ് മലങ്കര മീനിച്ചിൽ ശുദ്ധജല പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മുടങ്ങിയതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പണം ചെലവഴിക്കുന്നതും നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മാണത്തിനനുസരിച്ച് 3 തവണ കമ്പനികൾക്ക് ബിൽ മാറി തുക നൽകി. എന്നാൽ പിന്നീട് നിർമ്മാണത്തിനുള്ള തുക ലഭിക്കാതായതോടെ കമ്പനികൾ ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ പൈപ്പിടുന്നത് ഉൾപ്പെടെ 1/4 ഭാഗത്തോളം ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട്. തൊടുപുഴ മലങ്കര അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം കടനാട് പഞ്ചായത്തിലെ നീലൂരിൽ നിർമ്മിക്കുന്ന സംഭരണിയിലേക്ക് പമ്പ് ചെയ്യും. നീലൂരിലെ പ്ലാന്റ് നിർമ്മാണത്തിനായി 99 കോടിയും മലങ്കര അണക്കെട്ടിൽ നീലൂരിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പൈപ്പ്, പമ്പ് ഹൗസ് എന്നിവ സ്ഥാപിക്കുന്നതിന് 88 കോടി രൂപയുമാണ് 2 കമ്പനികൾക്ക് കരാർ നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി ജല അതോറിറ്റി പാലയിൽ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നു. 18 മാസം കൊണ്ട് പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനായിരുന്നു ധാരണ. 1243 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് നൽകിയിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി. നീലൂർ കുടിവെള്ള പദ്ധതി, അതായത് മലങ്കര ജല പദ്ധതി ആയിട്ട് 1986 തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. ഇതിനായിട്ട് ഈ കഴിഞ്ഞ കാലയളവ് എത്രയും ഈ 2024 വരെ ചെലവഴിച്ചിരിക്കുന്ന കോടിക്കണക്കിന് തുകയാണ്. ഓരോ മന്ത്രിസഭ വരും, അവർ സ്ഥാപിത താല്പര്യാർത്ഥം ഒരു ഉദ്ഘാടനം വെക്കും. ആ ഉദ്ഘാടനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. അതുകൂടാതെ അതിൻ്റെ മെറ്റീരിയൽസ്, പൈപ്പുകൾ എന്നുകൊണ്ട് അനവധിയായ സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി നിർത്തലാക്കാൻ നടപടി ഇവരെടുക്കുന്നത്. ആലോചിക്കും, ഇത്രയും നീചമായ ഒരു നിലപാട് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൽ കാണുന്നത്. ഇതിന് തുല്യ പങ്കാളിത്തമാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഇതിന് തുല്യ പങ്കാളിത്തമാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ തുകയാണ്, ജനങ്ങളെ ഭീമമായി വാങ്ങിക്കൂട്ടുന്ന, ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ഭീമമായ നികുതി പണം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാല.